പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ വന്യജീവി ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിപ്പെട്ടതെന്ന്. ഇവിടുന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ഞാനൊരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് തന്നെ ചെറിയ കാലം മുതലേ തൃശ്ശൂർ ചെമ്പുകാവിലുള്ള ഈ ഒരു മൃഗശാലയിൽ ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അന്ന് മുതലേ പക്ഷികളോടും മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം പിന്നീട് കാടിനോടുള്ള ഇഷ്ടം കൂടിയായിട്ട് മാറിയിട്ടോ. വന്യജീവികളൊക്കെ ഇഷ്ടമല്ലാത്തവർ വളരെ കുറവാണ്. എന്നാൽ ഉൾക്കാടിനുള്ളിൽ ജീവിക്കുന്ന ഇവരെയൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണല്ലേ. ഇത്രയും മനോഹരമായ സൃഷ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഒരിക്കലെങ്കിലും അവരെയൊന്നും നേരിട്ട് കാണാനായില്ലെങ്കിൽ അത് ജീവിതത്തിലെ വലിയൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് മൃഗശാലകൾ. പക്ഷെ നമുക്കറിയാം ഇത്രയും വലിയ കാടിനുള്ളിലൂടെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി ഓടിച്ചാടി നടക്കുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ് ഈ ചെറിയ കൂടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നത്. ജയിലിൽ കിടക്കുന്ന മനുഷ്യരുടെ അവസ്ഥയൊന്നും വലിയ മാറ്റമൊന്നും ഇവിടെയില്ല. എന്നാൽ ഇത്തരത്തിൽ നിലവിലുള്ള പരമ്പരാഗത മൃഗശാലകളുടെ നിർമ്മാണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും വന്യജീവികൾക്കായുള്ള സുവോളജിക്കൽ പാർക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു മൃഗശാല തന്നെയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പുത്തൂർ അടുത്ത് തന്നെ തുറക്കാൻ പോകുന്നത്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൃഗശാലയായിരിക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. താരതമ്യേന ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ക്യാമറയ്ക്ക് 25 രൂപയും. ടിക്കറ്റൊക്കെ എടുത്താൽ ആദ്യം തന്നെ ചെല്ലുന്നത് തത്തകളുടെ അടുത്തേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ള മോതിരത്തത്തയും അലക്സാൻഡ്രിയൻ പാരക്കീറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തത്തയാണ് കേട്ടോ അലക്സാൻഡ്രിയൻ പാരക്കീറ്റ്. ഇവരാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. വളരെയധികം ശബ്ദങ്ങൾ, പല വിധത്തിലുള്ള ശബ്ദങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി അനുകരിക്കാൻ കഴിവുള്ളവരാണ് ഇവര്. ഇവരാണ് റിയ. നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെയും എമുവിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ഇവർ തെക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി വിഭാഗങ്ങളും ഇവർ തന്നെയാണ്. ഇവരുടെ ഇടയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആൺപക്ഷികളാണ് കൂട് നിർമ്മിക്കുന്നതും മുട്ടയ്ക്ക് അടയിരിക്കുന്നതും. നിലവിലെ സിംഹം, കടുവ, പുള്ളിപ്പുലി എന്നിവരാണ് മൃഗശാലയിലെ ബിഗ് കാറ്റ്സ്. ഹിപ്പോപ്പൊട്ടാമസ്, സിംഹവാലൻ കുരങ്ങ്, മുള്ളംപന്നി, കുറുനരി, മാനുകൾ തുടങ്ങി അത്യാവശ്യം വേറെയും മൃഗങ്ങളെ ഇവിടെ കാണാനാവും. ഒട്ടകപ്പക്ഷി, എമു, പെലിക്കൺ, പെയിന്റഡ് സ്റ്റോക്ക്, വെള്ളക്കൊക്ക്, നൈറ്റ് ഹെറോൺ തുടങ്ങി ധാരാളം പക്ഷികളുണ്ട്. മൂർക്കം മുതലേ പെരുമ്പാമ്പ്, ശംഖുവരൻ, അണലി തുടങ്ങി വിവിധയിനം പാമ്പുകളും ചീങ്കണ്ണികളും ഇവിടെയുണ്ട്. ഈ ബ്രാഹ്മണി കൈറ്റിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആണ്. മൂങ്ങ വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് ഇവിടെ ഉള്ളത് ഈ ബ്രൗൺ ഫിഷ് ഓളുകൾ മാത്രമാണ്. വളരെ ഭംഗിയാണ് ഇവരെ കാണാൻ. പ്രത്യേകിച്ച് കാട്ടിലൊക്കെ പോകുമ്പോൾ ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ ഭയങ്കര രസമാണ്. പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇവരിങ്ങനെ വന്നിരിക്കുന്നത് പ്രത്യേക രസമാണ് കാണാൻ. ഇവര് നാട്ടിലൊക്കെ കോമൺ ആണ് കേട്ടോ, പക്ഷെ കണ്ടെത്താൻ വലിയ പാടാണെന്ന് മാത്രം. ഒരു കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ ഒരു പ്രധാന ആകർഷണം തന്നെയായിരുന്നു തൃശ്ശൂരിലെ ഈ മൃഗശാല. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാവും. 13ഓളം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ സുവോളജിക്കൽ ഗാർഡൻ, ബോട്ടാണിക്കൽ ഗാർഡൻ, ആർട്ട് മ്യൂസിയം, മൾട്ടിപർപ്പസ് മ്യൂസിയം, മെഡിസിനൽ പ്ലാൻ ഗാർഡൻ, 3D തിയേറ്റർ തുടങ്ങിയവയെല്ലാം സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. എങ്കിലും മൃഗശാല തന്നെയാണ് ഈ കോമ്പൗണ്ടിലെ പ്രധാന ആകർഷണം. നമ്മുടെ ഇടയിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു ജീവിവർഗ്ഗമാണ് മുള്ളംപന്നികൾ. ഇവരുടെ പേരിൻ്റെ കൂടെ ഒരു പന്നി ഉണ്ടെങ്കിലും ഇവർക്ക് പന്നിയുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ എലി, അണ്ണാൻ, പെരിച്ചാഴി തുടങ്ങിയവരൊക്കെ അടങ്ങുന്ന റോഡന്റുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പൊതുവേ ഇവരൊരു പേടിയുള്ള കൂട്ടത്തിലാണെങ്കിലും നമുക്കിടയിൽ ഇവരോട് ഭയങ്കര ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ മുള്ളുകൾ എറിഞ്ഞ് നമ്മളെ കൊല്ലും അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അത് നമുക്ക് അപകടമാവും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇടയിലുള്ള വർത്തമാനങ്ങൾ. പക്ഷേ അങ്ങനെയല്ല, ഇവർക്ക് മുള്ളുകൾ എറിയാനുള്ള കഴിവൊന്നുമില്ല. ഇവരുടെ ഈ വെള്ളയും കറുപ്പും കലർന്നിട്ടുള്ള മുള്ളുകൾ രോമം വളർന്ന് വികസിച്ചിട്ടുള്ളതാണ്. ശത്രുക്കളൊക്കെ അടുത്തു വരുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഈ മുള്ളുകളൊക്കെ അങ്ങനെ വിരിച്ചു നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ പുലി, കടുവ പോലെയുള്ള പ്രിഡേറ്റേഴ്സൊക്കെ ഇവരെ ആക്രമിക്കുന്ന സമയത്ത് ഇവരുടെ മുള്ളുകൾ കൊണ്ട് അപകടം പറ്റാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന വിവാദ നായകന്മാരെത്തിയിട്ടുണ്ട് കേട്ടോ. വോൾഫ്, ഫോക്സ്, വൈൽഡ് ഡോഗ്സ്, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന നായകളൊക്കെ അടങ്ങുന്ന കാനിഡ ഫാമിലിയിൽ വരുന്ന ഈ ഗോൾഡൻ ജാക്കാളുകളെ മലയാളത്തിൽ കുറുക്കൻ എന്നാണോ കുറുനരി എന്നാണോ വിളിക്കേണ്ടത് എന്നുള്ളതാണ് കൊടുമ്പരി കൊണ്ട ചർച്ച നടക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതൊരു വിഷയമായി എടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാം.
തൽക്കാലം നമുക്ക് വരാനിരിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം. സെൻട്രൽ സൂ അതോറിറ്റിയുടെ ആധുനിക മൃഗശാല എന്ന ആശയത്തിന് തുല്യമല്ലാത്തതിനാലാണ് നിലവിലെ ചെമ്പുകാവിലുള്ള ഈ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നത്. മൃഗങ്ങളെ കൂട്ടിലടയ്ക്കുന്ന പരമ്പരാഗത മൃഗശാലകളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വേണ്ട കൃത്യമായ ആവാസ വ്യവസ്ഥ തന്നെ ഒരുക്കിക്കൊണ്ട് കൂട്ടിലാണെന്ന ഒരു തോന്നൽ വരാത്ത രീതിയിലാണ് പുത്തൂര് സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വനാന്തരീക്ഷത്തോടു കൂടി വിശാലമായ പുത്തൂരിലെ പുതിയ സ്ഥലത്തേക്ക് മൃഗങ്ങളെ മാറ്റുന്നതിനും പുറം രാജ്യങ്ങളിൽ നിന്നടക്കം വിവിധങ്ങളായ പുതിയ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെയുമെല്ലാം പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തോടു കൂടി പുത്തൂർ മൃഗശാല സന്ദർശകർക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്. അതോടുകൂടി നിലവിലുള്ള ഈ മൃഗശാല ഒരു ഓർമ്മയായി മാറും. ഇവിടെ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റുകയും ചെയ്യും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുവോളജിക്കൽ പാർക്കിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഒരു 15 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കയറാവുന്നതാണ്. ആ ടിക്കറ്റ് ഇവിടെ തന്നെ ലഭ്യമാണ്. ഇവരാണ് പന്നിമാൻ എന്നൊക്കെ വിളിക്കാറുള്ള ഹോഗ് ഡിയേഴ്സ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലാണ് ഇവരെ കൂടുതലും കാണാറുള്ളത്. ഇവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നമ്മുടെ പുള്ളിമാനുകളുടെ പോലെ പുള്ളികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രായമായി വരുന്തോറും അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ മുമ്പ് പുള്ളിമാനുകളെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ജനിച്ചത് മുതൽ എല്ലാ പ്രായത്തിലും ശരീരത്തിൽ പുള്ളികൾ കാണുന്ന ഏക മാനുകൾ നമ്മൾ സ്പോട്ടഡ് ഡിയേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ കാടുകളിൽ കാണുന്ന പുള്ളിമാനുകൾ തന്നെയാണ് കേട്ടോ. ഈ തൃശ്ശൂർ മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ചെങ്ങന്നൂർ രംഗനാഥൻ എന്നറിയപ്പെട്ടിരുന്ന പഴയൊരു നാട്ടാനയുടെ അസ്ഥികൂടാണ്. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. 11 അടിയോളം ഉയരം വരുന്ന ആ നാട്ടാനയുടെ ചരിത്രം ഞാൻ മ്യൂസിയത്തിലെത്തുമ്പോൾ പറയാം. അതേപോലെ തന്നെ 1885 വിയ്യൂർ സ്റ്റാർട്ട് ചെയ്ത ഈ മൃഗശാലയ്ക്കും വലിയൊരു ചരിത്രം പറയാനുണ്ട്. അതും ഞാൻ അപ്പോൾ പറയാം. ഈ കൂട്ടത്തോടു കൂടി ഇരിക്കുന്നവരാണ് കൃഷ്ണമൃഗം എന്ന് വിളിക്കുന്ന ബ്ലാക്ക് ബക്ക്. ആന്റലോപ്പ് വിഭാഗത്തിൽ പെടുന്ന ഈ മാനുകൾ ഒരു കാലത്ത് ഇന്ത്യയിലുടനീളം സമതല പ്രദേശങ്ങളിൽ യഥേഷ്ടം കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ മധ്യ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മാത്രമാണ് ഇവരെ കൂടുതലും കാണാനാവുന്നത്. നമ്മുടെ ഹിന്ദി നടൻ സൽമാൻ ഖാനൊക്കെ അറസ്റ്റ് ചെയ്തത് ഈ ബ്ലാക്ക് ബക്കുകളെ ഹണ്ട് ചെയ്തതിനാണ് കേട്ടോ. പ്രായപൂർത്തിയായ ആണിൻ്റെ നിറം ഇരുണ്ട തൗട്ടോ വെൽവെറ്റ് കറുപ്പോ ആകാം. അടിവശം വെളുപ്പാണ്. കാലാവസ്ഥയും സ്ഥലവും മാറുന്നതിനനുസരിച്ച് ഈ നിറത്തിൽ വ്യത്യാസവും വരാം. മഴയ്ക്ക് ശേഷം ഇവർക്ക് ഏറ്റവും ഇരുണ്ട നിറമായിരിക്കും. അതുപോലെ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന കൃഷ്ണമൃഗം ആണിന് ഇരുണ്ട തവിട്ട് നിറമാണ്. രാവിലെ നേരത്തെ തന്നെ എത്തിയോണ്ട് ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഫീഡിങ് സമയം കൂടിയായിരുന്നു. ഈ കാണുന്ന ഒട്ടകപ്പക്ഷികൾ അവർക്ക് കൊടുത്ത ഭക്ഷണം കഴിച്ച് ആ കൂടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കായിരുന്നു. കുറെ നേരം കാത്തു നിന്നു. എന്നിട്ട് അവർ പുറത്തേക്കൊന്നും വന്നില്ല. ഇവിടെയുള്ള മിക്കവാറും മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ കൂടുകൾ വിസ്താരം കുറച്ച് കുറഞ്ഞവയാണെങ്കിലും ഈ ഒരു പ്രദേശം ചുറ്റുപാടും വലിയ മരങ്ങളോടൊക്കെ കൂടി നല്ല തണലും തണുപ്പൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് അധികം നേരിടേണ്ടി വരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സ്റ്റെപ്സ് കയറിയിട്ട് ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം അപ്പുറത്തെത്താൻ. അവിടെ ഉള്ളത് നമ്മുടെ മ്ലാവുകളാണ് കേട്ടോ. മ്ലാവുകൾ എണ്ണത്തിൽ ഇവിടെ വളരെ അധികം ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മിക്കവാറും ചളിയിലൊക്കെ കിടന്ന് ആ ചളിയൊക്കെ കുത്തി മറിച്ച് ആകെ വൃത്തിയില്ലാത്തൊരു രീതിയിലാണ് ഇവരിവിടെ നടന്നിരുന്നത്. പക്ഷെ പിന്നീട് കാട്ടിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ആ കാടിൻ്റെ ഒരു ഫ്രെയിമിൽ ഇവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. ഈ മ്ലാവുകളെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ സൂവിൻ്റെ ചരിത്രം ഞാനൊന്ന് പറയാട്ടോ. കൊച്ചി പ്രവിശ്യയിലെ ദിവാംബേഷ്കർ ശ്രീ ശങ്കരയ്യായിരുന്നു ഇതിൻ്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ. നിലവിലെ ഇപ്പോൾ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്ന വിയ്യൂരിലെ 1885 വിയ്യൂർ പാർക്ക് എന്ന പേരിൽ ഒരു പാർക്ക് സ്ഥാപിച്ചു. പാർക്കിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വളരെ കുറവായതിനാൽ തന്നെ 1898 ആ പാർക്ക് അടച്ചു. 1912 ആക്ടിംഗ് ദിവാനായിരുന്ന കെ നാരായണ മാരാർ ഈ പാർക്ക് എറണാകുളത്തെ കൃഷ്ണവിലാസം കൊട്ടാരത്തിൻ്റെ ഒരു അനക്സിലേക്ക് മാറ്റി. കൊച്ചിൻ സ്റ്റേറ്റ് മ്യൂസിയം എന്ന് അത് പുനർനാമകരണം ചെയ്തു. അതേ വർഷം തന്നെ മ്യൂസിയം ഇപ്പോഴും നിലനിൽക്കുന്ന ചെമ്പുകാവിലേക്ക് മാറ്റുകയായിരുന്നു. 1913 മ്യൂസിയത്തിൻ്റെ പരിപാലനത്തിനായി പുരാവസ്തു ഗവേഷകനായ അനന്തകൃഷ്ണ അയ്യരെ നിയമിതനായി. 1913 കൊച്ചി രാജാവ് മൃഗശാല സ്ഥാപിക്കുകയും അദ്ദേഹം തൃപ്പൂണിത്തറ കൊട്ടാരത്തിൽ നിന്നുള്ള വിവിധ തരം മൃഗങ്ങളെ സംഭാവന ചെയ്യുകയും ചെയ്തു. ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒട്ടകപ്പക്ഷിയെ നല്ലതുപോലെ കാണാനാവാത്തതിൻ്റെ വിഷമം ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഈ ഫീഡിങ് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ആ ചേട്ടൻ വിളിക്കുമ്പോഴേക്കും വായൊക്കെ പിളർത്തി അവിടെ പോയി അങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ഉരുളേക്ക് ഉരുട്ടി ആ ചേട്ടൻ അത് അവൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ പഴം, തണ്ണിമത്തൻ, അങ്ങനെ അവനങ്ങനെ അതൊക്കെ തിന്ന് അവിടെ നിന്നു.
തൊട്ടപ്പുറത്ത് തന്നെ കുളമൊക്കെ കുത്തിമറിച്ചതാ രണ്ടുപേര് കൂടി കയറി വരുന്നുണ്ട്. ഇവരും ഭക്ഷണം കഴിക്കാനുള്ള പോക്ക് തന്നെയാണ് കേട്ടോ. ഇവർക്ക് പേരൊക്കെ ഉണ്ട് കേട്ടോ, രശ്മി, പോപ്പി. ആഹാ, നല്ല പേരുകൾ അല്ലേ. ഈ രശ്മിയും പോപ്പിയും കൂടി മെല്ലെ കുളത്തു നിന്നൊക്കെ കയറി വന്ന് അവിടെ നിന്ന് പുല്ല് തിന്നാണ് കേട്ടോ. ഇതിലെ രശ്മി 32 വയസ്സായിട്ടുള്ള ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ. പോപ്പിയുടെ വയസ്സ് 12 ആണ്. ഈ ഹിപ്പോപ്പൊട്ടാമസുകൾ ജലജീവിതത്തോടൊപ്പം തന്നെ കരജീവിതവും നയിക്കുന്ന ഒരു സസ്തനിയാണ് കേട്ടോ. ഇത്രയും ഭാരം ഉണ്ടെങ്കിലും വെള്ളത്തിലൂടെ അതിവേഗം നീങ്ങാനും നീന്താനും കഴിയുന്ന ഇവയ്ക്ക് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ശ്വാസം നിർത്തി 5 മിനിറ്റോളം നിൽക്കാനാവും. കൂട്ടത്തോടെ ജീവിക്കുന്ന ഹിപ്പോകൾ സാമൂഹികപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ഭീഷണി ഉണ്ടായാൽ അതിശക്തമായി ആക്രമിക്കുകയും ചെയ്യും. ഈ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കാനൺ ബോൾ ട്രീ. ഇതിൻ്റെ മലയാളം പേര് നാഗലിംഗം എന്നാണ്. ഇതിൻ്റെ ബോൾ പോലെയുള്ള കായ കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ തൂങ്ങിക്കിടക്കും, കുറേ അധികം ഉണ്ടാവും കേട്ടോ. ഫുട്ബോളിൻ്റെ അത്ര വലിപ്പം വരെ ഏതാണ്ട്. ഇതിൻ്റെ പൂവും കാണാൻ നല്ല രസമാണ്. ഇവിടെ ഈ കുളത്തിലാണ് മുതലയെ കാണാറുള്ളത്. നല്ല നീല നിറത്തിൽ കിടക്കുന്ന വെള്ളമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ മുതലയെ എവിടെയും കാണാൻ പറ്റിയില്ല. കുറച്ച് ആമകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലെങ്ങാനായിരിക്കും. ഈ കാണുന്നത് റോസി പെലിക്കൻ്റെ കൂടാണ് കേട്ടോ. ആശാൻ അവിടെ ചിറകൊക്കെ വിരിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വലിയ അഹങ്കാരമൊന്നുമില്ലാതെ ഒരു പോണ്ട് ഹെറോൺ നിൽക്കുന്നുണ്ട്. വലിയൊരു മാനിൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ കൊമ്പൊക്കെ ഉയർത്തി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ മോൺസ്റ്റർ ആണല്ലോ. സംഗതി അതൊന്നല്ല. ഇവൻ അപ്പുറത്തെ കൂട്ടിലെ മാനുകളുമായി കുത്തും പോരൊക്കെ ഉണ്ടാക്കി ഇഞ്ചറി പറ്റി കാലൊക്കെ പോയി അവരെ പിടിച്ച് ഒറ്റയ്ക്ക് മാറ്റിയിട്ടേക്കുന്നതാണ്. തൊട്ടപ്പുറത്തെ കൂട്ടിൽ തന്നെ കൂട്ടത്തോടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്പോട്ടഡ് ഡിയേഴ്സിനെ. പുള്ളിമാനുകൾ എന്ന് വിളിക്കുന്ന ഇവർ എന്തൊക്കെ പറഞ്ഞാലും കാടിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ വലിയ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. കാരണം ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും ഏത് ഫ്രെയിമിൽ നോക്കിയാലും ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. ഈ പുള്ളിമാനുകളൊക്കെ കിടക്കുന്ന കൂടിന് തൊട്ട് മുന്നിലായി തന്നെ പണ്ട് കൊച്ചിയിലെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന വഞ്ചികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു കൂട്ടിൽ കുറച്ച് റിയ പക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഇടയിൽ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ തന്നെയാണ് അവരും. എമ്മു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഈ പക്ഷിയെ പണ്ടൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ഇതിനെ വളർത്തുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പച്ചയും നീലൊക്കെ കളറോട് കൂടി നല്ല ഭംഗിയുള്ള മുട്ട നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ അവസാനം നമ്മുടെ ബിഗ് കാറ്റ്സിൻ്റെ വഴിയിലെത്തി കേട്ടോ. ആദ്യം തന്നെ സിംഹരാജൻ്റെ അടുത്തേക്കാണ്. ഒരു ചെറിയ കൂട്ടിൽ അനങ്ങാൻ പോലും ആവാതെയാണ് അതിനിട്ടിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം വിസ്താരമുള്ള ഒരു സ്ഥലമുണ്ട്. ഒരു പക്ഷെ അങ്ങോട്ട് തുറന്നു വിടുന്നുണ്ടാവും. തൊട്ടപ്പുറത്തെ കൂട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ കാടുകളിലെ ഹീറോ ആയിട്ടുള്ള കടുവ കിടക്കുന്നുണ്ട് കേട്ടോ. ആശാൻ രാവിലെ തന്നെ നല്ല ഉറക്കത്തിലാണ്. ഒന്ന് മുഖമുയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഒരു സലാം പറഞ്ഞിട്ട് പോവായിരുന്നു. അവൻ്റെ കാൽപാദങ്ങൾ നോക്കി എന്തൊരു രസാലേ. കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എത്ര പ്രതീക്ഷയോടെയാണ് ഇവരുടെ പത്മാർഗമൊക്കെ നോക്കിയിട്ട് പിന്തുടരാറുള്ളതെന്നറിയോ. എങ്ങാനും എണീറ്റാലോ എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചേരം കൂടിയൊക്കെ അവിടെ നിന്നു. നോ രക്ഷ. മെല്ലെ തൊട്ടപ്പുറത്തുള്ള കൂടിൻ്റെ അവിടേക്ക് നടന്നു. ഇനി ഇവിടെ ആരാണാവോ? ദാ കിടക്കണോ. തലയൊക്കെ കുത്തി മറിഞ്ഞ് കാലൊക്കെ മുകളിലേക്ക് ആയിട്ട് കിടക്കാണ്. എന്തൊരു കിടപ്പാണല്ലേ. ഇവനും നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. എണീക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. ഞാൻ മെല്ലെ നമ്മുടെ പുലിയുടെ കൂട് ലക്ഷ്യം വെച്ച് നടന്നു. ഇതാ കണ്ടോ, ആരാ ഇരിക്കുന്നു നോക്കിയേ. കടുവകളെ അപേക്ഷിച്ച് വലിപ്പം കൊണ്ട് വളരെ ചെറിയവരാണ് പുള്ളിപ്പുലി എന്നൊക്കെ വിളിക്കുന്ന ഈ ലെപ്പേഡുകൾ. ഇന്ത്യൻ കാടുകളിലെ പ്രധാന പ്രിഡേറ്റേഴ്സ് കടുവകളായതുകൊണ്ട് തന്നെ കുറച്ച് ഭയത്തോടു കൂടിയൊക്കെയാണ് ഇവർ കാട്ടിൽ താമസിക്കുന്നത്. ടെറിട്ടറി കീപ്പ് ചെയ്യുന്ന കടുവകളുടെ മുന്നിലെങ്ങാനും ചെന്ന് വിട്ട് കഴിഞ്ഞാൽ കടുവകൾ ഇവരെ ഓടിച്ചിട്ട് പിടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവർക്ക് നല്ലതുപോലെ മരം കയറാൻ അറിയാം. അതുകൊണ്ട് തന്നെ കടുവകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മരത്തിൻ്റെ മുകളിൽ കയറാറുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കുന്നതും മിക്കവാറും മരത്തിൻ്റെ മുകളിൽ തന്നെയാണ്. ഇരയെ കൊന്നതിന് ശേഷം വലിച്ച് മരത്തിൽ കയറ്റി അവിടെ ഇരുന്ന് ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി ആശാൻ ഇരുന്ന് കഴിച്ചോളും. ഈ പുള്ളിപ്പുലികളൊക്കെ ഭക്ഷണം ഒറ്റയടിക്ക് ഇരുന്ന് തിന്നു തീർക്കുന്നവരല്ല. പലപ്പോഴായി വന്ന് ഓരോ ഭാഗമായി തിന്നു തീർക്കാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മരത്തിൻ്റെ മുകളിലിരുന്ന് ഭക്ഷിക്കുന്നതും. മറ്റ് പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് മാംസഭോജികൾ ഇത് വന്ന് എടുത്തു കൊണ്ടുപോകാതിരിക്കാനാണ് ഇവർ മരത്തിൻ്റെ മുകളിലേക്ക് ഭക്ഷണം വലിച്ചു കയറ്റുന്നതും അവിടെ ഇരുന്ന് കഴിക്കുന്നതും.
പുലിയൊക്കെ ഇട്ട കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവരുടെ വാസം. ബോണറ്റ് മക്കൾക്ക് നമ്മുടെ നാടൻ കുരങ്ങ് തന്നെ. മുമ്പൊക്കെ ഇവിടെ വളരെ അധികം ഉണ്ടായിരുന്നു. പല കൂടുകളിലായിട്ട് കുറേ എണ്ണം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ. മിക്കവാറും ഇവരെയൊക്കെ പുത്തൂര് സൂവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരു കടുവ സാറ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ആ ഉറക്കച്ചടവൊക്കെ മാറി ഒന്ന് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കടുവയെ പോലുള്ള പ്രിഡേറ്റേഴ്സിനോടുള്ള പേടി കാരണമാണ് പുള്ളിപ്പുലികളൊക്കെ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നതെന്ന്. എന്നാൽ ശ്രീലങ്കയിൽ കാണുന്ന പുള്ളിപ്പുലികൾക്ക് യാതൊരു ഭയവുമില്ല. അവർ ആരെയും ഭയക്കാതെയാണ് ആ കാടുകളിൽ നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ കടുവകളില്ല. ശ്രീലങ്കൻ കാടുകളിൽ കടുവകളില്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രധാന പ്രിഡേറ്ററായി പുള്ളിപ്പുലികൾ തന്നെ വിലസുന്നത്. സിംഹങ്ങളെയൊക്കെ കാണുന്ന ഗുജറാത്തിലെ ഗിർ വനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാടുകളിലെ പ്രധാന പ്രിഡേറ്റർ നമ്മുടെ കടുവ തന്നെയാണ് കേട്ടോ. ഈ ഗിർ വനപ്രദേശങ്ങളിൽ കടുവകളില്ല, അതുകൊണ്ടാണ് അവിടെ സിംഹങ്ങൾ പ്രിഡേറ്ററായി വരുന്നത്. ഇനി ഇതിൽ ആരാണ് ശക്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം രണ്ടുപേരുടെയും ഹാബിറ്റേറ്റുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരേ കാടുകളിൽ ഈ സിംഹത്തെയും കടുവകളെയും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് തന്നെ സാധിക്കില്ല. ഈ മയിലുകൾ ഞാൻ നേരത്തെ എമുവിനെ പറഞ്ഞതുപോലെ തന്നെ മുമ്പൊന്നും മയിലുകളെ അധികം നമ്മുടെ നാടുകളിൽ കണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ മയിലുകളെ ധാരാളം കാണാനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മയിലുകൾ ഇപ്പോൾ ഒരു സ്വാഭാവിക കാഴ്ച തന്നെയാണ്. എന്നാലും ആ പീലിയും തൂവലുകളൊക്കെ തൂക്കിയിട്ട് ഇരിക്കുന്നത് കാണാൻ എന്തൊരു രസമല്ലേ. ഈ മയിലിൻ്റെ കൂട്ടിൽ തന്നെ നമ്മൾ പാതിരാക്കൊക്ക് എന്നൊക്കെ വിളിക്കാറുള്ള ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോണും ഒരു വൈറ്റ് സ്ട്രോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ 2 വിസിലിംഗ് ഡക്കുകളും ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ മുതലയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നവരാണ് മീൻ മുതലകൾ. ഇവരെ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടില്ല കേട്ടോ. ഈ മീൻ മുതലകൾ വടക്കേ ഇന്ത്യയിൽ കാണുന്നവരാണ്. ഇന്ത്യയിൽ ആകെ മൊത്തം 3 ഇനം മുതലകൾ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ 2 ഇനത്തെ മാത്രമേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് മഗ്ഗറും പിന്നെ സാൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ എന്ന കായൽ മുതലയുമാണ്. ഇവർക്ക് പുറമെ ഇന്ത്യയിൽ കാണുന്ന 3ാമത്തെ മുതലകളാണ് ഈ മീൻ മുതലകൾ. മനുഷ്യനെ സംബന്ധിച്ച് ഇവരത്ര അപകടകാരികളല്ല. മീനുകളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ മീൻ മുതലകൾ എന്ന് വിളിക്കുന്നതും. ഈ കൂട്ടിലൊരു മലയെണ്ണാൻ കിടക്കുന്നുണ്ട്. അവനങ്ങനെ ഓടിച്ചാടി നടക്കാണ്. ക്യാമറയിൽ പോയിട്ട് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റുന്നില്ല. കാട്ടിലൊക്കെ വലിയ മരച്ചില്ലകളിൽ കിടന്ന് ഓടി നടക്കുന്നവരാ ഈ കുഞ്ഞു കൂട്ടിൽ. എന്തായാലും പുത്തൂര് സൂവിലേക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളതാണ് ഒരു ആശ്വാസം. നടന്ന് അവസാനം നമ്മളിപ്പോൾ പാമ്പുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്ന ഇന്ത്യൻ റോക്ക് പൈത്തനാണ് കേട്ടോ. ഒരു കുഞ്ഞു കൂട്ടിൽ സ്പെക്ടാക്കിൾഡ് കോബ്ര കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂർഖൻ തന്നെ. ഇന്ത്യയിലെ പാമ്പ് കടി ഏറ്റിട്ട് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാവുന്ന ബിഗ് 4 വിഭാഗത്തിൽ പെട്ട സോസ്കെയിൽഡ് വൈപ്പർ ഒഴികെയുള്ള ബാക്കി എല്ലാ പാമ്പുകളെയും നമുക്കിവിടെ കാണാനാവും. ഈ മൂർഖൻ പാമ്പുകൾ ഇവിടെ ചെറുതും വലുതൊക്കെ ആയിട്ട് കുറെ കൂടുകളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവനാണ് നമ്മൾ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ വിളിക്കുന്ന റസ്സൽസ് വൈപ്പർ. വളരെ അപകടകാരിയാണ് കേട്ടോ. ഇവനെയൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിട്ടുമാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. 360 ഡിഗ്രിയിലൊക്കെ സഡൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരാണ് ഇവർ. നമ്മുടെ ബിഗ് 4 ഉൾപ്പെട്ട മറ്റൊരാൾ ശംഖുവരൻ, വെള്ളിക്കട്ടൻ എന്നൊക്കെ വിളിക്കുന്ന കോമൺ ക്രൈറ്റ് ആണ് കേട്ടോ. ഇവർക്കൊക്കെ പുറമെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പച്ചളിപ്പാമ്പുകളും ചേരയും അങ്ങനെ കുറേ അധികം പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന നാട്ടാനയുടെ അസ്ഥികൂടം കാണാൻ പോവുകയാണ് കേട്ടോ. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മൾട്ടി പർപ്പസ് മ്യൂസിയമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് അത് വെച്ചിട്ടുള്ളത്. മ്യൂസിയത്തിലേക്ക് കടക്കാനുള്ള ആ വാതിലിൻ്റെ 2 സൈഡിലായിട്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് തിമിംഗലത്തിൻ്റെ താടികളാണ് കേട്ടോ. തൃശ്ശൂർ മൃഗശാലയിലെ മ്യൂസിയത്തിൻ്റെ കവാടം കിടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ചെങ്ങല്ലൂര് രംഗനാഥൻ്റെ അസ്ഥിപഞ്ജരമാണ്. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രം വക ആനയായിരുന്നു ഈ രംഗനാഥൻ. ക്ഷേത്രത്തിലേക്ക് അഭിഷേകജലം കൊണ്ടുവരിക എന്നതായിരുന്നു രംഗനാഥൻ്റെ പതിവ് ജോലി. ഈ ആനയുടെ ഉയരം ക്ഷേത്രഗോപുരവാതിൽ കടക്കാൻ കഴിയാത്തിടത്തോളം വർദ്ധിച്ചപ്പോൾ ക്ഷേത്രം അധികാരികൾ AD 1905 തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട്ടുള്ള ചെങ്ങല്ലൂർ മനക്കിലെ പരമേശ്വരൻ നമ്പൂതിരിക്ക് 5000 രൂപയ്ക്ക് വിറ്റു. കാലക്രമേണ രംഗനാഥൻ ചെങ്ങല്ലൂർ ആന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഏകദേശം 11 അടിയോളം ഉയരം ഉണ്ടായിരുന്ന രംഗനാഥൻ അതിൻ്റെ ജീവിതകാലത്ത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആനയായിരുന്നു.
കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും രംഗനാഥനെ എഴുന്നള്ളിക്കാറുണ്ടായിരുന്നു. എല്ലാ എഴുന്നള്ളിപ്പുകളിലും നേതൃസ്ഥാനം രംഗനാഥന് തന്നെയായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിലാണ് എഴുന്നള്ളിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ആന ആറാട്ടുപുഴ പൂരം എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയായ അകവൂർ ഗോവിന്ദന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിയുമ്പോഴാണ് AD 1917 ചെരിയുന്നത്. മൃഗശാലയുടെ പ്രവേശന കവാടത്തിന് തൊട്ടു മുന്നിലായിട്ടാണ് ഈ മൾട്ടിപർപ്പസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പറഞ്ഞ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ആനയുടെ അസ്ഥികൂടം തന്നെയാണ് മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണം. അതോടൊപ്പം തന്നെ വിവിധ മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത മാതൃകകളും അസ്ഥികൂടങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഷിക ഭൂമിശാസ്ത്രപരമായ മാതൃകകളുടെ അപൂർവ ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആയുധങ്ങളും രാജാക്കന്മാരുടെ വസ്ത്രവിധാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി സംഭാവന ചെയ്ത ചില പക്ഷികളുടെ മാതൃകകൾ ഇവിടെ കാണാനാവും. അത് ഒരു അമൂല്യ ശേഖരം തന്നെയാണ്. ഇവർ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയോ. പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കഥകളി കഥാപാത്രങ്ങളുടെ ലൈഫ് സൈസ് മോഡലുകളും പരമ്പരാഗത സംഗീതോപകരണങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ നീലത്തിമിംഗലം മുതൽ ചെറിയ ജീവികളെ കുറിച്ച് വരെയുള്ള സമഗ്രമായ വിവരങ്ങളും വസ്തുതകളും ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു സംഗതി ഇതാണ്. പള്ളുരുത്തിയിലെ അഴകിയകാവ് ദേവി ക്ഷേത്രത്തിലെ പടയണി ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്ന തടിയിൽ തീർത്ത ഈ ശില്പത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. അഴകിയകാവ് ദേവസ്വം ഭരണസമിതി തൃശ്ശൂർ സംസ്ഥാന മ്യൂസിയത്തിന് കൈമാറിയ ഏതാണ്ട് 10 അടിയോളം വരുന്ന ഈ ശില്പം 1952 മുതൽ ഇവിടെ പ്രദർശിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ പഴയ കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് തൃശ്ശൂർ സൂവിൻ്റെ പടി ഇറങ്ങാണ് കേട്ടോ. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും പൂർണ്ണമായിട്ട് പുത്തൂരിലേക്ക് മാറ്റും. അപ്പോൾ ഇനി പുത്തൂരിൽ നിന്ന് കാണാം.